LPSC മലപ്പുറം റാങ്ക് 84 നേടിയ നസ്രീനത്തെയാണ് നമ്മളോടൊപ്പം ഉള്ളത്. സോ നമുക്ക് ഇത്താനോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഈ ഒരു അഭിമാന നിമിഷത്തിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ്. അപ്പോൾ ഇന്നിവിടെ ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ വേദിയും വളരെ സന്തോഷമുള്ളതാണ്. ഞങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള മെറ്റീരിയൽസും അതിലുപരി അതിനൊരു മോട്ടിവേഷനൊക്കെ തന്നിട്ടുള്ളത് ഇവിടുന്ന് ഈ എയ്സ് തന്നെയാണ്. അതിന് ഈ സ്ഥാപനത്തോടും നന്ദി പറയുന്നു. എയ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഈ ഒരു വലിയ വിജയം നേടാൻ വേണ്ടിയിട്ട് അതെങ്ങനെ നിങ്ങളെ സഹായിച്ചു? വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം എയ്സിൻ്റെ ക്ലാസ്സുകൾ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കൂടുതലായിട്ട് കൊറോണ സമയത്ത് ഓൺലൈനായിട്ട് ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എയ്സിൻ്റെ ക്ലാസ് തന്നെയാണ് കൂടുതലായിട്ടും കേട്ടിരുന്നത്. അത് വളരെയധികം ഞങ്ങളെ ഈ നിലയിലെത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്ത പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു എന്ന്. ആ സമയങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടിയോ ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്? ഫോളോ ചെയ്യാൻ പറ്റിയോ സ്റ്റഡി മെറ്റീരിയൽസും പോർഷൻസൊക്കെ? ഏകദേശമൊക്കെ ചെയ്തിട്ടുണ്ട്. റാങ്ക് ഫയലിനെ ബേസ് ചെയ്ത് തന്നെ ഇവിടുന്ന് തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചെയ്തപ്പോൾ നമ്മൾ അതേപോലെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആരോടാണ്? ഇപ്പോൾ എൻ്റെ ഭർത്താവ് അധ്യാപകനാണ്, പൂക്കോട്ടുമാട സ്കൂളിലെ അധ്യാപകനാണ്. അപ്പോൾ എന്നെ ഇവിടെ കൊടുന്ന് ചേർത്തിയതും ഈ PSCയെ കുറിച്ചൊക്കെ എനിക്ക് അറിവ് തന്നതും അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും, എൻ്റെ കൊച്ചുമക്കൾ, എനിക്ക് 2 ട്വിൻസാണ്. അവരെ വെച്ചിട്ടാണ് ഞാൻ ഈ PSCക്ക് പഠിച്ചത്. അപ്പോൾ എൻ്റെ മക്കൾ അവരും പറയും, അവർ കിടക്കുന്ന സമയത്തൊക്കെ പറയും ഉമ്മച്ചിക്ക് PSC കിട്ടണേ, അങ്ങനെ പ്രാർത്ഥിച്ച് കിടക്കുന്ന കുട്ടികളാണ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. സോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വിജയം നേടിയെടുത്തിട്ടുള്ളത്. സോ നമ്മുടെ വിദ്യാർത്ഥികളോട് ഇതേപോലെ ഗവൺമെൻറ് ഉദ്യോഗം അല്ലെങ്കിൽ ഗവൺമെൻറ് റാങ്ക് ലിസ്റ്റ് നേടണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ഇത്താക്ക് എന്താണ് പറയാനുള്ളത്? ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത് എല്ലാവരും സ്വപ്നം കാണുന്ന ഒന്നാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു തീരുമാനവും അതിനൊരു ലക്ഷ്യവും ഉണ്ടെങ്കിൽ നമ്മൾ പരിശ്രമിക്കുക. ആ പരിശ്രമത്തിൻ്റെ ഫലം കാണും. എന്തായാലും എല്ലാവർക്കും ഒരു സർക്കാർ ജോലി നേടാൻ കഴിയട്ടെ. പരിശ്രമത്തിലൂടെ വിജയം നേടിയെടുത്ത ഇത്തയുടെ കഥയാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത്. സോ താങ്ക് യു ഇത്ത. താങ്ക് യു.